നോമ്പുകൊണ്ടൊരു വിശ്വാസിക്കുണ്ടാകേണ്ടുന്ന മാറ്റം, അതവന്റെ ഹൃദയത്തിലെ ശുദ്ധീകരണമാണ്. അതവന്റെ ഹൃദയത്തിൽ തെക്കുവയുള്ള ഹൃദയമാക്കി മാറുക എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ശുദ്ധിയാകണം, അവന്റെ ശരീരം ശുദ്ധിയാകണം, അവൻ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, അവൻ ജീവിക്കുന്ന പരിസരമാവട്ടെ, അവൻ ഇടപെടുന്ന മേഖലകളെല്ലാം ശുദ്ധീകരിക്കണം. അതേപോലെ തന്നെയാണ് അവന്റെ പക്കലുള്ള സമ്പാദ്യവും ശുദ്ധീകരിച്ച സമ്പാദ്യമാവണം. പടച്ച റബ്ബിനുള്ള ഹക്ക് കൊടുത്തു വീട്ടി നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് ശുദ്ധിയാണ് എന്നൊരു വിശ്വാസി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സമ്പത്തിന്റെ വിഷയത്തിൽ പടച്ച റബ്ബ് നമ്മെ പരീക്ഷിക്കുമെന്നതാണ്, ഒരു സംശയവുമില്ല. രണ്ട് രൂപത്തിൽ പടച്ച റബ്ബ് സമ്പത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കും. ഒന്ന്, സമ്പത്ത് ധാരാളമായി തരും. സമ്പത്ത് ധാരാളമായി തന്നുകൊണ്ട് പടച്ച റബ്ബ് പരീക്ഷിക്കും. രണ്ടാമത്തെ പരീക്ഷണം, സമ്പത്ത് താൽക്കാലികമായി പടച്ച റബ്ബ് പിടിച്ചുവെക്കും. സമ്പത്ത് താൽക്കാലികമായി പടച്ച റബ്ബ് തടഞ്ഞു വെച്ചേക്കാം. രണ്ട് രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകും. ഇതിലേത് പരീക്ഷണമാണ് സ്വാഭാവികമായിട്ടും ഒരാൾ ആഗ്രഹിക്കുക? അല്പം സമ്പത്ത് തന്നുകൊണ്ടുള്ള പരീക്ഷണമാവട്ടെ, അതല്ല അല്പം ഞെരുക്കമുള്ള പരീക്ഷണമാവട്ടെ, സാമ്പത്തികമായി കുറച്ച് പ്രയാസം സഹിച്ചാലും വേണ്ടിയില്ല, ആ പരീക്ഷണമാവട്ടെ എനിക്ക് എന്നു ചിന്തിക്കുന്നതിനപ്പുറത്ത് സമ്പത്ത് തന്നുകൊണ്ട് പരീക്ഷിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും ഉണ്ടാവും. പക്ഷേ ആ പരീക്ഷണത്തിൽ പലരും പരാജയപ്പെട്ടു പോകാറുണ്ട്. കാറൂൻ മുമ്പ് പരാജയപ്പെട്ടതുപോലെ കാറൂനിന്റെ ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം. അത്രയും സമ്പത്ത് പടച്ച റബ്ബ് കൊടുത്തു, ഉപകാരപ്പെട്ടില്ല. കാറൂൻ പരാജയപ്പെട്ടുപോയി. സമ്പത്ത് തന്നുകൊണ്ട് പരീക്ഷിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന, എന്നാഗ്രഹിക്കുന്ന, ആ പരീക്ഷണം ലഭിച്ച ബഹുഭൂരിഭാഗം ആളുകളും ആ വിഷയത്തിൽ, സമ്പത്തെന്ന പരീക്ഷണത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുന്നുവെന്ന എന്തേ കാരണം? അവിടെയാണ് സക്കാത്ത് എന്ന പദം കടന്നുവരുന്നത്. സക്കാത്ത് എന്ന പദത്തിന്റെ ചർച്ചയും കടന്നു വരുന്നത് അവിടെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 5 ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഷഹാദത്താണ്. അത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തത് നമസ്കാരമാണ്. ആ നമസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എങ്ങനെ നമസ്കരിക്കണം, എത്ര വഖ്ത് നമസ്കരിക്കണം, എത്ര റക്അത്തുകളുണ്ട്, ഏതൊക്കെയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ, നമുക്കറിയാം. നാലാമത്തത് നോമ്പാണ്. ആ നോമ്പെടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നോമ്പിന്റെ പകലിൽ എന്ത് ചെയ്തുകൂടാ, എങ്ങനെ നോമ്പ് തുറക്കണം, നോമ്പിന്റെ പ്രതിഫലമെന്ത്, നോമ്പ് കൊണ്ടൊരു വിശ്വാസിക്കുണ്ടാകുന്ന ഗുണമെന്ത്, അവനെ കാത്തിരിക്കുന്നതെന്ത്, ഇതൊക്കെ നമുക്കറിയാം. അഞ്ചാമത്തത് ഹജ്ജാണ്. ആ ഹജ്ജിന് പോകുന്ന ആളുകൾ, തയ്യാറായിരിക്കുന്ന ആളുകളുണ്ടാവും, അതിനുവേണ്ടി ഒരുങ്ങുന്ന ആളുകളുണ്ടാവും, ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പോകുന്ന ആളുകൾ അതൊക്കെ പഠിച്ചതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകും. നാം സൂചിപ്പിക്കാതെ പോയ മൂന്നാമത്തത് സക്കാത്താണ്. സക്കാത്തിനെ കുറിച്ച്, നമസ്കാരത്തിനെ കുറിച്ച് അറിയുന്നത് പോലെ നമുക്ക് സക്കാത്തിനെ കുറിച്ച് അറിയുന്നില്ല. എല്ലാവരെയും ഇങ്ങനെ പറയല്ല. പൊതുവെ നോമ്പിന്റെ നിയമവശങ്ങളും നോമ്പിന്റെ വിധിവിലക്കുകളും നോമ്പിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നത് പോലെ സക്കാത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതെന്തൊരു കണക്കാണ്, അതൊന്നും മനസ്സിലാവില്ല. ഞാൻ സക്കാത്തൊന്നും കൊടുക്കേണ്ടവനല്ല, അതൊക്കെ കൊടുക്കാൻ ഇവിടെ വലിയ വലിയ മുതലാളിമാരുണ്ട്, അവർ കൊടുക്കട്ടെ, ആ സക്കാത്തിനെ കുറിച്ചൊന്നും ഇപ്പൊ ചർച്ച ചെയ്യല്ല. ചില ആളുകൾ അങ്ങനെ കരുതുക. നമസ്കരിക്കുന്നവരാണ്, തരം കിട്ടുമ്പോഴൊക്കെ ഉംറകൾ അധികരിപ്പിക്കുന്നവരാണ്, ഇബാദത്തുകളിൽ മുന്നോട്ട് വരുന്നവരാണ്. പക്ഷേ സക്കാത്തിനെ കുറിച്ചുള്ള വല്ല ക്ലാസും പ്രസംഗവും സംസാരം ഉണ്ടായാൽ അവിടെ സജീവമാകൂല. സക്കാത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനം കണ്ടാൽ, ഒരു മെസ്സേജ് കണ്ടാൽ അത് വായിക്കൂല. ഇതിപ്പോ ആർക്കും അറിയാത്തത് സക്കാത്ത് കൊടുക്കണം, പക്ഷെ കണക്കുകളൊന്നും അറിയില്ല. സക്കാത്തിനെ കുറിച്ചുള്ള കുത്തുവ കേൾക്കുമ്പോൾ പോലും ഇതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ, ഇതെന്തിനപ്പോ റമദാനിൽ പറയുന്നു, ഇതൊക്കെ ആർക്കും അറിയാത്തത് സക്കാത്ത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ കുറിച്ച് ഏതാണ്ട് 30-ലധികം സ്ഥലത്ത് പരാമർശമുണ്ട്. 30-ലധികം സ്ഥലത്ത് പരാമർശമുണ്ട്. ആ 30-ലധികം സ്ഥലത്ത് പരാമർശിച്ചതിൽ 27 അല്ലെങ്കിൽ 28 തവണ നമസ്കാരത്തിന്റെ
കൂടെ ചേർത്ത് പറഞ്ഞു സക്കാത്തിനെ നമസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു. അഖ്മിസ്സലാത്ത് വആത്തുസ് സക്കാത്ത്, നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുത്തു വീട്ടണം. 27 തവണ വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞു. നമസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ സക്കാത്തിന് കൊടുക്കുന്നുണ്ടോ? നമസ്കാരത്തെക്കുറിച്ച് അറിയുന്നത് പോലെ നമുക്ക് സക്കാത്തിനെ കുറിച്ച് അറിവുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തോട് നമ്മൾ സംവദിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ, വിജയിക്കുന്ന ചില വിശ്വാസികളുണ്ട്. വിജയിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പറയുമ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഇതാ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ തുടർന്ന് ഇങ്ങനെ പറയാണ് അവരുടെ നമസ്കാരത്തെക്കുറിച്ച്. അവരിങ്ങനെ ഇത്തരം മോശപ്പെട്ടതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് മൂന്നാമതായിട്ട് പറയാൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവരവരുടെ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. സക്കാത്ത് മുറപ്രകാരം അത് കൃത്യമായി കണക്കൊത്തു നോക്കി അതിനെക്കുറിച്ച് ബോധമുള്ളവരാണ്, അത് കൊടുത്തു വീട്ടുന്നവരാണ് എന്നത് മുഅ്മിനീങ്ങളുടെ ഗുണമായി പറഞ്ഞപ്പോ അതിന്റെ ഏറ്റവും തുടക്കത്തിലെ ആദ്യത്തെ 3 ഗുണങ്ങളിൽ എണ്ണിപ്പറഞ്ഞു. വേറെയും ഗുണങ്ങൾ പറയുന്നു. ഒരു സത്യവിശ്വാസിയുടെ ഗുണമാണിത്. നമ്മൾ വിശ്വാസികളാണ് പ്രിയപ്പെട്ടവരെ. ഈ ഗുണം നമ്മളിലുണ്ടോ? നമ്മൾ പലപ്പോഴും സക്കാത്തിനെ കുറിച്ച് ആലോചിക്കുക, ഞാനിപ്പോ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക? വല്ല സംശയവും ആരോടേലും ചോദിക്കാൻ പോവുകയാണെങ്കിൽ എല്ലാ കണക്കും കൊണ്ട് ചെന്നിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കണ്ടല്ലോ എന്നാ ചോദിക്കാം. ഞാൻ എത്ര കൊടുക്കാന്നല്ല, ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഇത്ര കടമുണ്ട്, എനിക്ക് ഇന്നതുണ്ട്, എനിക്ക് കുട്ടികളെ കെട്ടിക്കാനുണ്ട്, ഇന്ന ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ സക്കാത്ത് കൊടുക്കണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരായി നമ്മൾ മാറരുതേ. നമ്മൾ കൃത്യമായി സക്കാത്തിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം. ആ സക്കാത്തിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നരകത്തിൽ അകപ്പെട്ടു കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുദ്ദസിറിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താൻ അവരോട് ചോദിക്കാണ്, മാ സലകകും ഫീ സഖർ, ഈ കത്തിയാളുന്ന നരകത്തിൽ നിങ്ങളെന്തേ പ്രവേശിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിച്ചു? അവർ കൊടുക്കുന്ന മറുപടി എന്ത്? ഖാലൂ, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളെ ആയിരുന്നില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല, അവനെ ഞങ്ങൾ ഭക്ഷിപ്പിച്ചിരുന്നില്ല, അവന് വേണ്ടി ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങൾ ചെലവഴിച്ചിരുന്നില്ല. അങ്ങനെ ചില ആളുകൾ പരലോകത്ത് വെച്ച് വിലപിക്കുന്നതാണ്. അവരുടെ കൂട്ടത്തിലല്ലല്ലോ പ്രിയമുള്ളവരെ നമ്മൾ ഉൾപ്പെടേണ്ടത്. അവരുടെ കൂട്ടത്തിലല്ലല്ലോ നമ്മൾ ഉൾപ്പെടേണ്ടത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമ്മുടെ സമ്പത്തിനെ നമ്മൾ ശുദ്ധീകരിക്കും. സക്കാത്ത് എന്ന പദത്തിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് ശുദ്ധീകരിക്കുക എന്ന അർത്ഥം, രണ്ടാമത്തെ അർത്ഥം എന്നത് വളർച്ച എന്നാണ്. സക്കാത്തിന് വളർച്ച എന്നൊരർത്ഥവുമുണ്ട്. അതേപോലെ തന്നെ ശുദ്ധിയാവുക അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥവും സക്കാത്തിനുണ്ട് എന്നാണ് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ പറയുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ ധനത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് നീ എടുക്കണം, നീ സ്വീകരിക്കണം, നീ അതിൽ നിന്ന് എടുക്കണം. സ്വദഖ, ഇവിടെ സ്വദഖ എന്ന് പറഞ്ഞിട്ടുള്ളത് സക്കാത്ത് എന്ന അർത്ഥത്തിലാണ്. അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നീ സ്വദഖ, നീ സക്കാത്ത് എടുക്കണം. എന്നിട്ടോ തുതഖിറുഹും, അവരെ ശുദ്ധീകരിക്കണം. വതുസക്കീഹിം ബിഹാ, അത് എടുത്തതിന്റെ പേരിൽ അവരെ സംസ്കരിക്കുകയും വേണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം, സമ്പത്തിൽ നിന്ന്, അതിനവകാശപ്പെട്ട ആ സക്കാത്ത് അവരിൽ നിന്ന് വാങ്ങണം. എന്നിട്ടവരെ, അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കണം, അവരെ സംസ്കരിച്ചെടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് പണക്കാരന്റെ ഒരു ഔദാര്യമല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, അത് പണക്കാരൻ നൽകുന്ന ഒരു ഔദാര്യമല്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അർഹരാണോ നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും വാങ്ങുന്നതിനെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പണമുള്ളവൻ ആരാ? ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് ഇസ്ലാമിലൊരു പണക്കാരൻ? അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി? ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് കാണാൻ കഴിയുന്ന സൂറത്ത് ദാരിയാത്തിലൂടെ
വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പാദ്യത്തിൽ ചോദിച്ചു വരുന്നവർക്കും അതേപോലെ തന്നെ ഉപജീവനം തടയപ്പെട്ടവർക്കും ഹക്കുണ്ട്, അവകാശമുണ്ട് എന്നാണ്. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര വെയിൽ കൊണ്ട് വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ സമ്പാദ്യമാണെങ്കിലും അതിൽ ചോദിച്ചു വരുന്നവർക്കൊരു അവകാശമാണ്. ഉപജീവനം തടയപ്പെട്ട സാധുക്കളായ ആളുകൾ നമ്മുടെ മഹല്ലിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സമ്പത്തിൽ നിന്നൊരു ഓഹരി അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതല്ല. ഈ സമ്പത്ത് ഇങ്ങനെ ഈ സക്കാത്തായിട്ട് സമ്പത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോഴേ സമ്പത്ത് മാത്രമല്ല ശുദ്ധീകരിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുമാണ്. ഒരു വിശ്വാസിയുടെ മനസ്സും അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അർത്ഥം, സക്കാത്തിന്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നത്, അത് നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തെ അർത്ഥം എന്നത് വളർച്ച എന്നതാണ്. സക്കാത്ത് കൊടുക്കുക വഴി വളർച്ചയുണ്ടാകും. പലപ്പോഴും സക്കാത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിക്കുക, പടച്ചോനെ ഞാൻ ഇത്ര കൊടുത്താൽ അതെന്റെ സമ്പത്തിൽ നിന്ന് കുറഞ്ഞു പോയല്ലോ, ഞാൻ ഇത്ര കൊടുത്താൽ എന്റെ സമ്പത്തിൽ നിന്നാണല്ലോ ഈ കുറവ് വന്നത് എന്ന് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. ആര് ഓർമ്മിപ്പിക്കും? പിശാച് നമ്മളെ ഓർമ്മിപ്പിക്കും. സക്കാത്ത് കൊടുക്കണ്ട, സക്കാത്ത് കൊടുത്താൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്റെ സമ്പത്തിൽ നിന്ന് അത് ഇന്നത് സക്കാത്തിലേക്ക് വരവ് വെക്കണ്ട. ചിലപ്പോ മനുഷ്യപിശാചുക്കളും ഇടപെടും. നമ്മൾ സക്കാത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യപിശാചിന്റെ രൂപത്തിൽ വന്നിട്ട് പറയും, എന്താ നിങ്ങളെ കഥ, നിങ്ങൾക്കൊരു 2-3 പെൺകുട്ടികളല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളൊപ്പമുള്ള ആളുകളൊക്കെ ഇത്ര ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി, നിങ്ങൾ ഇപ്പോൾ ഉള്ളതിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ആരെങ്കിലും വന്ന് ഇടപെടാം. ഭാര്യയുടെ രൂപത്തിലാവാം, കൂട്ടുകാരന്റെ രൂപത്തിലാവാം, മറ്റാരുടെ രൂപത്തിലുമാവാം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മെ, അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖ്റ, പിശാച് നമ്മെ ദാരിദ്ര്യം ഓർമ്മിപ്പിക്കും. അള്ളാന്റെ മാർഗത്തിൽ 1000 കൊടുക്കാന്ന് പറഞ്ഞാലേ അത് പിശാച് എങ്ങനെയെങ്കിലും അത് മുടക്കും. പിശാച് പറയാം അത് കൊടുക്കണ്ട, അത് കൊടുത്താൽ നിന്റെ ഇന്ന സാധനം വാങ്ങുന്നത് നിനക്ക് തടയപ്പെടും, അത് വാങ്ങാൻ നിന്റെ കയ്യിലുണ്ടാവില്ല. നിന്റെ സക്കാത്ത് നീ ഈ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ അടുത്ത മാസം നീ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിന് അത് ബാധിക്കും. വേണ്ട, കണക്ക് കൂട്ടണ്ട, നീ ദാരിദ്ര്യത്തിലേക്ക് പോകും, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, നിന്റെ മക്കൾ വലുതായി വരികയാണ്, നിന്റെ വീട്ടിൽ ചില പണികളൊക്കെ ബാക്കിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആരിട്ട് തരും? പിശാച് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. പലരും അതിൽ വീണുപോകുന്നു എന്നതാണ് വസ്തുത. ചില ആളുകളൊക്കെ പറയും, ഞാൻ നല്ലോണം കൊടുക്കാറുണ്ട്, ഞാനിപ്പോ സക്കാത്തൊന്നും കൊടുക്കണ്ട, ഞാൻ അതിനേക്കാൾ കൊടുക്കാറുണ്ട്. ആര് വരുമ്പോ അല്ലെങ്കിൽ ഒരു പിരിവുകാർ വരുമ്പോ ഞാൻ നല്ലോണം കൊടുക്കാറുണ്ട്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക, അത് റമദാനിന്റെ അവസാനത്തെ 10-ലൊക്കെ 27 രാവിനൊക്കെ ഇങ്ങനെ ഞാൻ നല്ലോണം കൊടുക്കാറുണ്ട്, ഞാൻ എന്റെ ബാങ്കിൽ പോയി കുറച്ച് പൈസ നോട്ട് വീട്ടിൽ കൊണ്ടുവെക്കും, എന്റെ വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കൊടുക്കാൻ, അത് ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുത്തു തീർക്കും. ഇതൊന്നും സക്കാത്തിന്റെ പരിധിയിൽ പെടൂല. ഇതുകൊണ്ടൊന്നും സക്കാത്ത് എന്ന നിർബന്ധത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടൂല. ചില ആളുകൾ വേറെ നീയത്തിൽ ഇങ്ങനെ ഓരോന്ന് കൊടുക്കും. കടയിലെ സ്റ്റാഫുകൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പണം കൊടുക്കും. എന്തിനാ? നമ്മളൊന്ന് കയറി വരുമ്പോൾ അവരൊന്ന് ബഹുമാനിക്കണം. നമ്മൾ വേറെ ചില പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്താ? നമ്മൾ വിളിച്ചാൽ, നമ്മളൊരു പണി പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്തു തരണം. അവർ നമ്മളെ പരിഗണിക്കണം, നമ്മെ കാണുമ്പോൾ ഒന്ന് എണീറ്റിരിക്കണം, നമ്മെ കാണുമ്പോൾ ഒന്ന് സലാം പറയണം. ഇതിനു വേണ്ടി പോക്കറ്റ് കാലിയാക്കുന്നവരുണ്ട്. ഇതും സക്കാത്തിന്റെ ഗണത്തിലേക്ക് വരവ് വെക്കാൻ പറ്റൂല പ്രിയമുള്ളവരെ. കാരണം എന്തറിയോ, നമ്മൾ എത്ര കൊടുത്താലും, സൂചിപ്പിച്ചല്ലോ, പിശാച് ഓർമ്മിപ്പിക്കും. കൊടുത്താൽ കുറയുമെന്ന് പിശാച് ഓർമ്മിപ്പിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ, മാ നഖസത്ത് സ്വദഖത്തും മിൻ മാലി, സ്വതക്ക കൊടുത്താൽ, ഒരാൾ സക്കാത്ത് കൊടുത്താൽ അല്ലെങ്കിൽ സ്വതക്ക കൊടുത്താൽ അവന്റെ സമ്പത്തിൽ നിന്ന് ഒന്നും കുറയില്ല, ഒന്നും കുറയില്ല. അത് ഇരട്ടിയായിട്ട് പടച്ചറപ്പ് തിരികെ തരും. നമ്മള് ലോട്ടറി എടുത്ത് പാപ്പരായ ആളുകളെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ബിസിനസ് തുടങ്ങി പ്രയാസത്തിലകപ്പെട്ട് എല്ലാം വിറ്റു തുലച്ച ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അയാള് സ്വതക്ക കൊടുത്ത് പാപ്പരായതാ. അങ്ങനെ ഒരാളെ നമ്മൾ കാണൂല. സ്വതക്കകൾ കൊടുത്തതിന്റെ പേരിൽ ഒന്നും കുറയില്ല. സ്വതക്ക കൊടുത്തതിന്റെ പേരിൽ പ്രിയമുള്ളവരെ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒട്ടും കുറയില്ല പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പിശാച് പറയും സ്വതക്ക കൊടുത്താൽ കുറയുന്നു. നമ്മൾ ആരുടേതാണ് കേൾക്കുന്നത്, നമ്മൾ ആരുടെ വാചകങ്ങളെയാണ് കേൾക്കുന്നതെന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ഇനി വളർച്ചയുണ്ടാകുന്നതാണല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിലെ ഗവർണറായിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കണം.
യമൻ എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് യമനിൽ നിന്നൊരു സംഘം വന്നു എന്ന് പറഞ്ഞാൽ അതിന് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, അവിടെ ആളുകളോട് സ്വഹാബാക്കളോട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയും, അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ അവർ ദരിദ്രരായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട് യമനിലേക്ക്. പിന്നീട് അതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ സക്കാത്ത് പിരിച്ച വിഹിതത്തിൽ നിന്ന് 1/3 ഖലീഫക്ക് തിരിച്ചയച്ചു. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി എഴുതി, മുആദ് ഇബ്നു ജബൽ താങ്കളോട് പറഞ്ഞിട്ടുള്ളത് തൂഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിൽ നിന്നുള്ള ധനികരിൽ നിന്ന് വാങ്ങിയിട്ട് അവരിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനല്ലേ പറഞ്ഞത്, എന്തിനങ്ങോട്ട് അയച്ചതെന്നാ. പിറ്റത്തെ വർഷം സക്കാത്തിന്റെ 2/3 ഭാഗവും ഖലീഫക്ക് അയച്ചു കൊടുത്തു. സമാനമായ കത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി. 3ാമത്തെ തവണയും സക്കാത്തിൽ നിന്ന് എത്ര പിരിച്ചുവോ അത്രയും സമ്പത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഖലീഫയിലേക്ക് അയച്ചു കൊടുത്തു. വല്ലാതെ ദേഷ്യപ്പെട്ടു ഖലീഫ. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കെന്തെന്നറിയോ, മാ വജബ്തു അഹദൻ യഅഖുദു മിന്നി ശൈഅ. ഈ യമൻ എന്ന നാട്ടിൽ ഈ സമ്പത്ത് ഈ സക്കാത്തിന് അർഹരായവരെ ആരെയും ഞാൻ കാണുന്നില്ല. പിന്നെ ആർക്കാ കൊടുക്കുക? പിന്നെ ആർക്ക് കൊടുക്കും? ഇസ്ലാമിലെ സക്കാത്തിന്റെ സിസ്റ്റം ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ, ഒരു രാഷ്ട്രത്തിൽ കൃത്യമായി അത് നടപ്പാക്കപ്പെട്ടാൽ അവിടെ പട്ടിണിയില്ലാതെയാവും, അവിടെ ദാരിദ്ര്യം അവരിൽ നിന്ന് അകന്നുപോകും, പ്രയാസങ്ങളും സാമ്പത്തികമായ വിഷമങ്ങളും ഇല്ലാതെയാകും. പിന്നീട് വീണ്ടും ചരിത്രത്തിൽ ഇറാഖിൽ വെച്ചിട്ട് കാണാൻ കഴിയും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ തെരുവിലൂടെ നടക്കുകയാണത്രേ സക്കാത്തിന്റെ അമിലീങ്ങളായ ആളുകൾ, ജോലിക്കാരായ ആളുകൾ. ആർക്കെങ്കിലും സക്കാത്ത് വേണോ എന്ന് ചോദിച്ചു. അത്രയധികം സാമ്പത്തികമായി മികവുയർത്തുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇസ്ലാമിലെ ഈ സക്കാത്ത് സിസ്റ്റം കൊണ്ട് സാധിക്കുമെന്നാണ്. അവിടെയാണ് സക്കാത്തിന്റെ വളർച്ച എന്ന പദത്തിന്റെ അർത്ഥം വിശാലമാകുന്നത്. 2 അർത്ഥമാണുള്ളത്. ഒന്ന് ശുദ്ധി, അത് നമ്മുടെ സമ്പത്തിന് നമ്മൾ കൊടുത്തുകൊണ്ട് ശുദ്ധീകരിക്കണം. 2ാമത്തെ അർത്ഥം അത് വളർച്ചയാണ്. നമുക്കറിയാലോ, ലോകത്ത് ഭൂരിഭാഗം വരുന്ന സമ്പത്തും വളരെ ചുരുക്കം വരുന്ന സമ്പന്നരിൽ കുമിഞ്ഞുകൂടൽ. സമ്പന്നരിങ്ങനെ സമ്പന്നരായിക്കൊണ്ടിരിക്കുക, പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുക. ഈ പലിശ സംബന്ധിയായ എക്കണോമിക് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് അതാണ്. പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവൻ, സമ്പന്നൻ വീണ്ടും സമ്പന്നനായിക്കൊണ്ടിരിക്കാൻ. ഇതല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സാമ്പത്തികമായ നീതി, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സാമ്പത്തികമായ എക്കണോമിക് സിസ്റ്റവും അതല്ലോ. അതുകൊണ്ട് ഇസ്ലാം മനസ്സിലാക്കിയ ആളുകളെന്ന നിലയ്ക്ക് സക്കാത്തിനെ കുറിച്ച് നമ്മൾ അടുത്തറിയേണ്ടതുണ്ട്. ഇനി സൂചിപ്പിക്കട്ടെ, എന്തിനൊക്കെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? എന്തിനൊക്കെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വർധനവുള്ള സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം. വർധനവുള്ള സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം. നമ്മളൊരു വാഹനം വാങ്ങിയിട്ടുണ്ട്, നമ്മളൊരു വീട് വെച്ചിട്ടുണ്ട്, ഇതിനൊന്നും സക്കാത്തില്ല, ഇതിനൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ആ വാഹനം വാങ്ങുന്ന പണത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിന് നമ്മൾ ഓൾറെഡി സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും. വീട് വെക്കാൻ നമ്മൾ ഉണ്ടാക്കിയ പണത്തിന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഓരോ വർഷം കഴിയുമ്പോൾ എന്റെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇത്രയാണ്, അതിനിത്ര സക്കാത്ത് എന്ന് ഇസ്ലാമിലില്ല. അതൊരു വർധനവുള്ള സമ്പത്തല്ല. ഭൂമി, ആ ഭൂമിക്കും സക്കാത്തില്ല. നമുക്ക് ഇത്ര ഏക്കർ തോട്ടമുണ്ട്, അതിന് സക്കാത്തില്ല. തോട്ടത്തിൽ വല്ലതും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാർഷിക വിളക്ക് സക്കാത്ത് ഉണ്ടാവും. അതേപോലെ ഈ തോട്ടമെന്നാണോ ഈ ഭൂമി എന്നാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അന്നും ആ ഭൂമിക്ക് എപ്പോൾ ഉദ്ദേശിച്ചോ അപ്പോൾ മുതൽ ആ ഭൂമിക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കാർഷിക വിളകൾക്ക് സക്കാത്തുണ്ട്. നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിനും വെള്ളിക്കും സക്കാത്തുണ്ട്. അതേപോലെ കച്ചവടത്തിന് സക്കാത്തുണ്ട്. കന്നുകാലികൾക്ക് സക്കാത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കത്തിൽ എന്തിനൊക്കെ സക്കാത്തുണ്ടെന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അതേപോലെ തന്നെ എത്ര കൊടുക്കും? പലരും പറയാ സക്കാത്ത് എന്ന് പറഞ്ഞതൊരു കണക്കാണ്, അതെനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവൂല എന്നും പലരും പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ സംസാരം ഇന്നിവിടെ നിന്ന് കേൾക്കുന്ന ഒരാളും ഇനി എനിക്ക് കണക്കറിയില്ല സക്കാത്തിന്റെ എന്നു പറയാൻ പാടില്ല. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് നാണയത്തിന്റെ, നമ്മൾ സ്ഥിരമായി നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ സക്കാത്ത്, കാലികളെ കുറിച്ചൊന്നും ചർച്ചയിലേക്ക് പോകുന്നില്ല, കാർഷിക വിളയിലേക്കും ചർച്ചയിലേക്ക് പോകുന്നില്ല, സ്വർണത്തെക്കുറിച്ചും അതേപോലെ നമ്മുടെ കച്ചവടം, നമ്മുടെ സമ്പത്തിനെ കുറിച്ചുമുള്ള സക്കാത്തിനെ കുറിച്ചൊരു ബോധ്യം
പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകണം. ഇതിന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതെന്നറിയോ, ആരാണ് പണക്കാർ? പലപ്പോഴും പറയാം അതൊക്കെ വലിയ മുതലാളിമാർ കൊടുക്കേണ്ട സക്കാത്ത്, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളൊന്നല്ല, എനിക്ക് ഇത്രയും കടമുണ്ട്, ഞാൻ ഇത്രയും ആയിട്ടുള്ളൂ, അതൊക്കെ വലിയ വലിയ ബിസിനസിന്റെ വലിയ വലിയ മുതലാളിമാർ കൊടുക്കട്ടെ എന്നാൽ നമ്മൾ മുതലാളിമാരാണെന്ന് എങ്ങനെ അറിയാമെന്നറിയോ? ഇസ്ലാമിലെ സക്കാത്ത് കൊടുക്കാൻ ആരാണ് അർഹൻ, എന്താണ് അതിന്റെ മാനദണ്ഡം? ആ മാനദണ്ഡം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ. 595 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 595 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട ആളായി മാറി. ഇന്നത്തെ കണക്കനുസരിച്ച് 1 ഗ്രാം വെള്ളിക്കുള്ള വില എന്ന് പറയുന്നത് 81 രൂപ 50 പൈസയാണ്. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില, നാളെ അത് മാറിയേക്കാം, ഇന്നത്തെ വില എന്ന് പറയുന്നത് 48,492 രൂപ 50 പൈസ എന്നാണ്. ഏതാണ്ട് 48,000-ലധികം രൂപ നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് തികയും. നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്ന അതിന്റെ പരിധിയെ ആണ് നിസാബ് എന്ന് പറയാം. ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ആടുകളുണ്ട്. ആ ആടുകൾക്ക് നമ്മൾ എപ്പോഴാ സക്കാത്ത് കൊടുക്കണ്ടേ? 40 ആടുണ്ടാവും. 40 ആണ് ആടുകളുടെ സക്കാത്ത് കൊടുക്കുന്ന നിസാബ്. പശുക്കളാണുള്ളത്, 30 പശുക്കളുള്ള ആള് കൊടുത്താൽ മതി. 29 പശുക്കളുള്ള ആള് കൊടുക്കണ്ട, 30 മാടുകളുള്ള ആള് കൊടുക്കണം. ഒട്ടകമാണെങ്കിൽ 5 ഒട്ടകമുള്ള ആള് കൊടുത്താൽ മതി. ആ 5 ആണ് ഒട്ടകത്തിന്റെ നിസാബ്. ആടിന്റെ നിസാബ് 40, പശുവിന്റെ നിസാബ് അല്ലെങ്കിൽ മാടുകളുടെ നിസാബ് 30. ഇതേപോലെ നമ്മൾ പണത്തിന്റെ, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 595 ഗ്രാം തൂക്കം വെള്ളിക്ക് എത്ര വില വരുമോ അത്രയും പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാണ്, അത്ര നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആരായി? സക്കാത്ത് കൊടുക്കാനുള്ള ആളായി. ഇനി എന്ത് ചെയ്യണം? അത്രയും പണം ഒരു വർഷം, അത് ഹിജ്റ വർഷം, അറബി വർഷം, അറബി മാസപ്രകാരം ഒരു വർഷം നമ്മുടെ കയ്യിൽ ഈ നിസാബ് നിലനിൽക്കണം. ഇപ്പൊ 48,000 എന്ന് ഞാനൊരു എളുപ്പത്തിന് പറയട്ടെ. 48,000 രൂപ എന്റെ കയ്യിലുണ്ട്, ഇപ്പോഴാ തികഞ്ഞത്, ഇപ്പോഴൊരു പുതിയ ജോലിയൊക്കെ കിട്ടിയത്, 48,000 രൂപ എന്റെ കയ്യിലുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കാനുള്ള ആളായി. ഇത്രയും കാലം ഞാൻ അല്ലേന്ന് ആളായി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഒരു ബോക്സ് എടുത്തു. എക്സാമ്പിൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയണം. ആ ബോക്സിലേക്ക് ഞാൻ ഈ 48,000 രൂപ വെച്ചു. 48,000 രൂപ ഈ ബോക്സിലേക്ക് വെച്ചു. എനിക്ക് വേറെ എന്തൊക്കെയോ ചെറിയ ചില വാടകകൾ കിട്ടുന്നുണ്ട്, ആ വാടകയും ഞാൻ ഈ ബോക്സിലേക്ക് വെച്ചു. ഇതല്ലാതെ മറ്റെന്തൊക്കെയോ വരുമാനം, സാലറി ഇനത്തിലോ അതല്ലാതെയോ കിട്ടുന്നുണ്ട്, അതിന്റെയൊക്കെ ഈ വരുമാനം ഞാൻ ബോക്സിലേക്ക് വെച്ചു. അപ്പൊ നമുക്ക് ചെലവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ ചെലവുകൾ എന്ത് ചെയ്യണം? ഈ ബോക്സ് ഒന്ന് നമ്മൾ എടുക്കണം. നമുക്കൊരു ആശുപത്രി ചെലവ് വന്നു, ഈ ബോക്സിൽ നമ്മൾ എടുക്കുന്നു. മക്കളുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ഈ വിഷയത്തിലൊക്കെ പ്രാഥമികമായ ചെലവുകളൊക്കെ നമ്മൾ അതിൽ നിന്നെടുക്കും. അത് വീട്ടിലൊരു വാഹനമുണ്ട്, വാപ്പക്കും മോനൊരു വാഹനമുണ്ട്, എന്നാ പിന്നെ ഒരു ബിസിനസ് പരമായിട്ട് നല്ല വില കൂടിയ മറ്റൊരു വാഹനം വാങ്ങണം, അതിനുള്ള പൈസ എടുക്കാൻ പറ്റും. കല്യാണത്തിന് ദൂരത്തിന് വേണ്ടി, മഞ്ഞക്കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആ മാഞ്ഞാളത്തിനുള്ള ഡ്രസ്സ്, ആ ഒരു പണം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. നമ്മുടെ അത്യാവശ്യ ചെലവുകൾക്കേ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, അപ്പോഴതിൽ നിന്ന് കുറയാൻ പറ്റും. അങ്ങനെ അതിൽ നിന്ന് എടുക്കും. നമ്മുടെ അതേപോലെ തന്നെ നമുക്ക് കിട്ടുമെന്നുറപ്പുള്ള കടമുണ്ടാവും. ആ കിട്ടുമെന്നുറപ്പുള്ള കടങ്ങൾ നമ്മൾ ഈ ബോക്സിലേക്ക് വെക്കും. അങ്ങനെ ഇത് ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിൽ ഇതുണ്ടാവണം. റമദാൻ 1-നാണ് ഒരാൾക്ക് എന്തു കിട്ടിയത്? ഈ നിസാബിന്റെ ബോക്സ് അയാൾ എടുത്തത്. അയാൾ അങ്ങനെ അടുത്ത റമദാൻ 1 വരെ അയാൾ ആ ബോക്സിലേക്ക് അയാളുടെ വരുമാനമിടുന്നു, അയാളുടെ അത്യാവശ്യമായ ചെലവുകളൊക്കെ അതിൽ നിന്ന് എടുക്കുന്നു, കൊടുത്തു വീട്ടാനുള്ള കടങ്ങളൊക്കെ അതിൽ നിന്ന് അയാൾ കൊടുത്തു വീട്ടുന്നു. കടത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ ചില ആളുകൾക്ക് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കട ഉണ്ടാവും. അത് ചിലപ്പോൾ ഇപ്പോഴൊന്നും കൊടുക്കേണ്ടി വരില്ല. കാരണം അങ്ങനെ ഒരു സുഹൃത്തിന്റെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. ആ പേരും പറഞ്ഞ് കാലാകാലം സക്കാത്ത് കൊടുക്കൂല, എനിക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തു വീട്ടേണ്ട കടം, അതേപോലെ ബിസിനസ്, വലിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങി, അത് ഇതിൽ കൂട്ടാൻ പറ്റില്ല. നമ്മളൊരു ചികിത്സക്ക് വേണ്ടി പ്രയാസപ്പെട്ടിട്ട് കടം വാങ്ങി എങ്കിൽ മാത്രമാണ് നമ്മൾ കടക്കാരനാവുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ ഈ ബോക്സ് ഉണ്ട്. പെട്ടെന്നൊരു ആശുപത്രി ചെലവ് വന്നു, നമ്മൾ അതിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞപ്പോൾ അവസാനം ഈ ബോക്സിൽ എത്ര രൂപയുള്ളൂ? 10,000 രൂപയുള്ളൂ. കഴിഞ്ഞു, നമ്മൾ കൊടുക്കണ്ട.
എപ്പോഴാണോ നിസാബിനൊക്കുന്ന തുക 48,000 എപ്പോൾ കുറവ് വന്നോ ബോക്സ് വെച്ച വർഷം പിന്നെ ചർച്ചല്ല. പിന്നെ എപ്പോഴാണോ 48,000 കയ്യിൽ വരുന്നത് വീണ്ടും നമ്മൾ ബോക്സ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അറബിയിൽ പറയാം ഹൗല് തികയാന്ന് പറയാം. ഒരു വർഷം തികയണം. ആ നിസാബെത്തിയ 48,000 രൂപയുമായി ഒരു വർഷം നമ്മൾ ആ ബോക്സുമായി നടക്കുന്നു. അങ്ങനെ റമദാൻ 1 വരുന്നു, ആ ബോക്സ് നമ്മൾ എടുക്കുന്നു. കച്ചവടക്കാരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആ റമദാൻ 1 നമ്മുടെ കടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും അന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്ര നോക്കിയിട്ട് അതുകൂടി ഈ ബോക്സിലേക്ക് ഇടണം. വരുമാനം എത്ര കിട്ടിയോ എന്ന് കണക്കൂട്ടിയിട്ട് അതും ഇതിലേക്ക് ഇടണം. ചെലവുകളൊക്കെ ഇതിൽ നിന്ന് എടുക്കും വേണം. ചെലവുകളൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ വേണം. വരുമാനം ഇതിലേക്ക് എടുക്കുകയും ചെയ്യാം. എന്നിട്ട് നോക്കുക എത്ര പൈസ ബാക്കിയുള്ളത്. അതിന്റെ 2.5% നമ്മൾ കൊടുക്കണം. അതിന്റെ 2.5%. ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ 2.5% കാൽക്കുലേറ്റ് ചെയ്യാൻ എത്രയാണോ സംഖ്യ ഉള്ളത് ഹരിക്കണം 40. ഏതു സംഖ്യയെയും 40 കൊണ്ട് ഹരിച്ചാൽ അതിന്റെ 2.5% കിട്ടും. പറഞ്ഞത് ചുരുക്കത്തിൽ നിസാബ് എത്തണം. നിസാബ് എത്തിയാൽ നമ്മളൊരു സക്കാത്തിന്റെ പാത്രമെടുക്കുന്നു. ആ നിസാബ് എത്തിയ തുകയും നമ്മുടെ വരുമാനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് വെക്കുന്നു. എപ്പോഴെങ്കിലും ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിസാബിന്റെ തുക നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയാൽ ആ പാത്രം നമ്മൾ മാറ്റിവെക്കുന്നു. ഒരു വർഷത്തിന്റെ ഇടയിൽ കഴിഞ്ഞു പോയി മാറ്റിവെക്കുന്നു. വീണ്ടും നമ്മൾ ആ പാത്രം നിസാബ് എത്തുന്ന സമയത്തെടുക്കുന്നു. അങ്ങനെ ഒരു വർഷം തികയണം. എന്നിട്ട് ആ ഒരു വർഷം തികഞ്ഞതിൽ അതിന്റെ 2.5% നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക നിസാബാണ് കണക്ക് കൂട്ടിയിട്ട് എല്ലാം കൂടിയാണ് കണക്ക് കൂട്ടിയിട്ട് അതിന് 2.5% കൊടുക്കുക എന്നാണ്. അല്ല, ഒരു വർഷം ആ നിസാബ് എത്തിയ സംഖ്യ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിന്റെ 2.5% നമ്മൾ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടിസ്ഥാന ചിലവുകളെ നമ്മൾ കണക്കൂട്ടാൻ പറ്റുള്ളൂ. അനാവശ്യ ചെലവുകളെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ ചെലവഴിക്കരുത്. അത് എടുത്തിട്ടില്ലാതെ കൂട്ടിയാൽ മതി. പിന്നെ ആർഭാടത്തിനോ ആഡംബരത്തിനോ വേണ്ടിയിട്ടൊക്കെ എടുത്തതേ അത് എടുത്തിട്ടില്ല എന്ന് കൂട്ടിയാൽ മതി. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്നുകൾ, വിദ്യാഭ്യാസം, വാടക, വീടിന്റെ വാടകയൊക്കെ ഉണ്ടാവും. അങ്ങനെ അത്യാവശ്യ ചെലവുകളെ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ ചെലവുകളായിട്ട് എന്ത് ചെയ്യാവൂ കണക്ക് കൂട്ടാവൂ എന്നാണ്. ഇതാണ് സമ്പത്തിന്റെ, നാണയത്തിന്റെ സക്കാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി. അതേപോലെ തന്നെയാണ് സ്വർണത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ആളുകൾ വാങ്ങിവെച്ചിട്ടുള്ളത് ഇന്ത്യയിലാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കൊടുക്കുന്നു. പലപ്പോഴും ഇത് ഒരു വരുമാന മാർഗമായി അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഇത് കൊണ്ടുവിറ്റാൽ എനിക്കതൊരു സമ്പാദ്യമായി ആളുകൾ കരുതിപ്പോരുന്ന ഒരു മാധ്യമം കൂടിയാണ്. സ്വർണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ അത് 85 ഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ 10.5 പവനും 1 ഗ്രാമും. ഇതാരുടെയെങ്കിലും കയ്യിലുണ്ടോ അതിന്റെ 2.5% അവൻ കൊടുത്തേ പറ്റൂ. ഇനി 20 പവനാണുള്ളത്. 20 പവനാണ് ഒരാളെ കയ്യിലുള്ളത്. അവൻ എത്രയൊക്കെ കൊടുക്കണ്ടേ? 10.5 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് കൊടുത്താൽ പോരാ, മൊത്തത്തിൽ പരിഗണിക്കും 20 കൊടുക്കണം. ഒരാൾക്ക് 11 പവനാണുള്ളത്. അയാളിങ്ങനെ ഞാൻ 1/2 പവന് കൊടുത്താൽ പോരെ? പോരാ, അയാള് 11 പവനും കൊടുക്കണം. മൊത്തമുള്ളതിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ആരെ ബാധ്യത? സക്കാത്തിന്റെ വിഷയം വരുമ്പോൾ ഭർത്താക്കന്മാരൊക്കെ പറയും അത് അവള് കൊടുത്തോളുന്നാണ്. അവള് കൊടുക്കണമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ പറഞ്ഞു കൊടുക്കെങ്കിലും വേണം. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെച്ച് അതിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ ഈ സക്കാത്തിന്റെ മുതൽ നാളെ പരലോകത്ത് വരും. എന്നിട്ട് നമ്മുടെ കഴുത്തിൽ ചുറ്റിയിട്ട് അന മാലുക്ക അന കെൻസുക്ക എന്ന് പറഞ്ഞ് ഒരു ഉഗ്രസർപ്പമായി നമ്മുടെ മുഖത്ത് ആഞ്ഞു കൊത്തുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്, മഹർ ദീൽക്ക് കൂട്ടുമോ? മഹറും കൂട്ടും, മഹറും അടക്കാം. കുട്ടികളുടേത് കൂട്ടുമോ? കുട്ടികൾ പ്രായപൂർത്തിയൊന്നായിട്ടുണ്ടെങ്കിൽ അത് വാപ്പയാണ് കണക്കൂട്ടേണ്ടത്. കുട്ടികളുടെ മൊത്തം കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? അത് വാപ്പ 10.5 മുകളിലുണ്ടോ അതിന്റെ 2.5 വാപ്പ കൊടുക്കണം. അതുകൂടി ഉമ്മാന്റേക്ക് കൂട്ടണ്ട. ഉമ്മാക്ക് 8 പവനാണുള്ളത്, കുട്ടികൾക്കൊക്കെ കൂടി ഒരു 4 പവനുണ്ട്. അത് രണ്ടും കൂടി കൂട്ടേണ്ടതില്ല. അല്ലെങ്കിൽ വീട്ടിൽ 2 മുതിർന്ന പെൺകുട്ടികളുണ്ട്, ഒരാൾക്ക് ഒരു 8 പവന് മറ്റേയാൾക്ക് ഒരു 8 പവന്, രണ്ടും കൂടി കൂട്ടേണ്ടതില്ല. മുതിർന്ന ആളുകൾ പ്രായപൂർത്തിയായവരുമാണെങ്കിൽ അവനാൻ ഒറ്റക്കാണ് കണക്ക് കൂട്ടേണ്ടത്. ചെറിയ കുട്ടികളാണെങ്കിൽ അത് വാപ്പക്ക് എന്ത് ചെയ്യാം? വാപ്പ വാങ്ങിക്കൊടുത്താണല്ലോ, അത് വാപ്പക്ക് ഒരുമിച്ച് ചേർക്കാം. എന്നാലും ചിലപ്പോ ഉമ്മാന്റെത് മക്കളിടുന്നുണ്ടാവും. ഉമ്മാന്റെ 8 പവൻ ഉമ്മാന്റെ ശരീരത്തിലുണ്ട്, ബാക്കി 4 മക്കളാണ് ഇടുന്നത്. അത് കുട്ടികളുടെ അല്ല, കൂട്ടൂല എന്ന് പറയാൻ പറ്റില്ല. അത് ഉമ്മാന്റെതാണ്.
ഉമ്മ കൊടുത്തതാണെങ്കിൽ ഉമ്മാന്റെ ഒരു പണ്ടത്തിൽ നിന്ന് എടുത്തു കൊടുത്തതാണെങ്കിൽ അത് ഉമ്മയുടേതായി പരിഗണിക്കപ്പെടും. അതേപോലെ തന്നെയാണ് ധരിക്കുന്ന എപ്പോഴും ഇടുന്നതിന് സക്കാത്തില്ലല്ലോ. ഈ മാല ഞാൻ എപ്പോഴും ഇടുന്നതാ, ഇത് തൂക്കേണ്ട ആവശ്യമില്ല. അല്ല, ഷാഫി മദ്ഹബ് അനുസരിച്ച് മാലിക് മദ്ഹബ് അനുസരിച്ച് ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നൊരു ഫിഖ്ഹി മസ്അലയുണ്ട് മദ്ഹബുകൾ അനുസരിച്ച്. അതുകൊണ്ട് തന്നെ പടച്ചോനെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകാറുണ്ട്. വർഷത്തിലൊരിക്കൽ 100 പവനുള്ളത് ആ 100 പവനുണ്ട്, എന്നിട്ട് 2 അടി നടന്നിട്ട് ആ 100 പവന് ഊരിയേക്കും. സക്കാത്ത് കൊടുക്കേണ്ടതൊക്കെ ഞാൻ ധരിക്കുന്ന ആഭരണം അല്ല. ഇസ്ലാമികപരമായി അവൻ ഏതു ആഭരണമാണോ ഉള്ളത് അത് ധരിക്കുന്നതാണോ അല്ലേ എന്ന് പരിഗണിക്കേണ്ടതില്ല. 10.5 പവനുണ്ടോ അതിന്റെ 2.5% കൊടുക്കണമെന്നാണ് ഫിഖ്ഹി. ഒന്നുകൂടി മസലകൾ എടുത്തു നോക്കിയാൽ 10.5 പോലും പരിഗണിക്കണ്ട, എത്ര സ്വർണമുണ്ടോ അതിന് കൊടുക്കണം എന്നതുവരെ സൂചിപ്പിച്ച പണ്ഡിതന്മാരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും 10.5 പവനിന്റെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുക. 85 ഗ്രാം, അതായത് 10.5 പവനും 1 ഗ്രാമും അത് നമ്മുടെ പക്കലുണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കുക. സ്വർണത്തിന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ വില കണക്കാക്കിയിട്ട് കൊടുക്കാം. സ്വർണത്തിന് കൊടുത്താലുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ അത് കൊടുത്ത് അവസാനം സ്വർണം കുറഞ്ഞ് 10.5 പവനിൽ കുറയുമ്പോൾ പിന്നെ കൊടുക്കണ്ട. ഒരു 20 പവനാണുള്ളത്, അതിനങ്ങനെ പൈസ കൊടുക്കാൻ നിന്നാല് കലാകാലം പൈസ കൊടുക്കേണ്ടി വരും. ആ 20 പവന് ഇങ്ങനെ കണക്കാക്കി കൊടുത്തു വന്നാൽ 10.5 കഴിയുമ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ 2 രൂപത്തിലും കൊടുക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അതേപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഭൂമിക്ക് സക്കാത്തില്ല, പക്ഷെ റിയൽ എസ്റ്റേറ്റിന്റെ വല്ല ഭൂമി, വിൽപ്പനയ്ക്ക് വെച്ച വല്ല ഭൂമി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ 4-5 ആൾ കൂടിയിട്ടാവും ചിലപ്പോൾ 10 ഏക്കർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, അതിന് സക്കാത്തില്ല. എപ്പോ നമ്മൾ നമ്മുടെ ഭൂമി വിൽക്കാൻ വെച്ചുവോ അത് തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ അതിന് അപ്പോഴത്തെ ഭൂമിയുടെ വില കണക്കാക്കി അതിന്റെ 2.5% നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഷെയറുകളൊക്കെ ഉള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് അത് പരിഗണിക്കേണ്ടത്. അതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് മാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീടാവാം. ഇത്തരം ക്ലാസ്സുകളൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കേൾക്കുക. അത്തരം പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കഴിയും. നമ്മുടെ തൊട്ടു മുന്നിൽ ലൈബ്രറി ഉണ്ട്, അവിടെ ചിലപ്പോൾ ഉണ്ടാവാം. നമ്മളത് ചോദിക്കണം, ഇല്ലെങ്കിൽ ഉള്ളിടത്തുനിന്ന് വായിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ സക്കാത്ത് കൊടുക്കുക എന്ന തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇവിടെ വീണ്ടും ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഇത് കൊടുക്കുന്ന സക്കാത്ത് എങ്ങനെ കൊടുക്കുമെന്നിടത്ത് ഒരു സംവിധാനമുണ്ടെങ്കിൽ, കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സക്കാത്ത് സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിൽ നമ്മൾ കൊടുക്കണമെന്നാണ്. എന്നാൽ ഒറ്റക്ക് ഒരാൾ കൊടുത്താൽ സക്കാത്ത് വീടുമോ എന്ന് ചോദിച്ചാൽ വീടും. പക്ഷേ നമ്മുടെ നാട്ടിൽ കൃത്യമായി സുസജ്ജമായി പ്രവർത്തിക്കുന്ന സക്കാത്ത് സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മഹല്ല്, നമ്മുടെ പള്ളിക്ക് കീഴിലൊക്കെ സക്കാത്ത് സെല്ലുകളുണ്ട്, അവിടേക്ക് കൊടുക്കാം. ഒറ്റക്ക് കൊടുത്താലുള്ള ഒരു കുഴപ്പം വെച്ചാൽ ചിലപ്പോ ഒരു സാധുവിനെ വ്യത്യസ്ത ആളുകളിൽ നിന്ന് കിട്ടും, അറിയാതെ പോകുന്ന മിസ്കിന്മാർ വേറെയുണ്ടാവും. അപ്പൊ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേപോലെ ഈ സംസാരം കേൾക്കുന്നവർ വ്യത്യസ്ത മഹല്ലുകളുടെയൊക്കെ സക്കാത്ത് സെല്ലിന്റെ ആളുകളുണ്ടാവും. ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ടുന്ന വിഷയമാണ്. ആളുകളുടെ ഇബാദത്തിന്റെ പണമാണ് കയ്യിലുള്ളത്. അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ആ ബാധ്യത നിർവഹിക്കാൻ അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ് സക്കാത്തിലൂടെ ഉണ്ടാവേണ്ടത്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക, മാസം കുറച്ച് ആളുകൾ ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുക്കും. അവർ മരിക്കണവരെ ചിലപ്പോൾ തുടരേണ്ടി വരും. പക്ഷെ സക്കാത്തുമായി അങ്ങനെ കൊടുക്കണ്ട എന്നല്ല, മറിച്ച് ശാശ്വതമായിട്ട് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഉദാഹരണം കൂടി പറയാം. നമുക്ക് ഒരാള് ഒരു ഓട്ടോ തൊഴിലാളിയാണ്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ. അയാൾ മറ്റൊരാളുടെ ഓട്ടോമാണ് ഓടിച്ച് അയാൾ ജീവിക്കുന്നത്. അയാളുടെ നിത്യവരുമാനത്തിന് തന്നെ പണമൊന്നും തികയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാൾ മിസ്കീനാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് സെല്ലിൽ നിന്നൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാം. പിന്നെ അയാൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ട. ആ കിട്ടുന്ന വരുമാനത്തിൽ നിശ്ചിത സംഖ്യ അതിന്റെ യജമാനന് കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയായാൽ പിറ്റത്തെ വർഷം നമ്മൾ അയാളെ പരിഗണിക്കേണ്ടി വരില്ല. അയാൾ മിസ്കീൻ എന്ന കാറ്റഗറിയിൽ നിന്ന് അയാൾ മാറും. ഒരു വിധവയായിട്ടുള്ള ഒരാളുണ്ട്, അവർക്ക് നമ്മൾ കുറച്ച് ആടുകളെയോ മറ്റോ വാങ്ങിക്കൊടുത്തു. തൊട്ടടുത്ത വർഷം പിന്നെ അവരെ പരിഗണിക്കേണ്ടി വരില്ല. അവർ സ്വാഭാവികമായിട്ടും അവർ സാമ്പത്തികമായി ശേഷിയുള്ളവരായി മാറും. ആ സാധു എന്നുള്ള തരത്തിൽ നിന്ന് മാറും. അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കാണ് നമ്മൾ കൃത്യമായി അതിന് ശ്രദ്ധ ചെലുത്തേണ്ടത്. സക്കാത്തിന്റെ അവകാശികളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ളതാണ്. സമയത്തിന്റെ പരിമിതിയിൽ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ, ഞാൻ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കുറച്ച് സക്കാത്ത് കിട്ടുമോ എന്നല്ല ആലോചിക്കണ്ടേ, എങ്ങനെ ഇപ്പൊ ഞാനൊന്ന് കൊടുക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം
ആദ്യം മനസ്സുകൊണ്ട് കൊടുക്കുക എന്നതാണ്. മനസ്സുകൊണ്ട് കൊടുത്താൽ നമ്മുടെ കൈകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും കൊടുക്കൽ വരും. നമ്മൾ പലപ്പോഴും സക്കാത്ത് വരുമ്പോൾ ഇതിപ്പോ എങ്ങനെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല, മറിച്ച് എങ്ങനെങ്കിലും ഞാനത് കൊടുത്ത് ബാധ്യത കിട്ടുക എന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി ശുദ്ധി കൈവരിക്കുന്ന, എല്ലാ നിലക്കും വിജയം കൈവരിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, റമളാനാണ്, ചൂടാണ്, വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുകളുള്ള പ്രദേശങ്ങളും സാഹചര്യങ്ങളുമൊക്കെ നിലവിലുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ഗൗരവത്തോടുകൂടി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. നമ്മൾ വെള്ളത്തെ വെറുതെ പാഴാക്കി കളയുകയല്ല. ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള ഖുതുബ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെയും സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ വിഷയത്തിലുള്ളത്, മാ മനഅ ഖൗമുൻ സക്കാത്തു അംവാലഹും ഇല്ലാ മനഉ അൽ ഖത്ര മിനസ് സമാ. ഒരു സമൂഹം സക്കാത്ത് തടയപ്പെട്ട സമൂഹമായാൽ, സക്കാത്ത് കൊടുക്കാത്ത ഒരു സമൂഹമായി മാറിയാൽ പടച്ച റബ്ബ് ആകാശത്തു നിന്നുള്ള ഖത്റിനെ, മഴയെ ആ സമൂഹത്തിന് തടഞ്ഞു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുകയുണ്ടായി. ആരോടാ? ആരെങ്കിലും ഒരു ഒട്ടകത്തിന്റെ, ഒരു കുതിരയുടെ മൂക്കുകയറാണ് സക്കാത്തായിട്ട് തടഞ്ഞു വെച്ചെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ നമ്മിൽ നിന്ന് ആരും പിടിച്ചു വാങ്ങാനൊന്നുമില്ല. ഇസ്ലാമിക സിസ്റ്റമാണെങ്കിൽ നമ്മുടെ സമ്പത്ത് അവർ കണക്കൂക്കി അവര് പറഞ്ഞു അത് നമ്മൾ കൊടുക്കേണ്ടി വന്നേനെ. അത്രയൊന്നുമില്ല. ഇവിടെ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മളാണ് അറിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി, നമ്മുടെ സ്വർഗം ലക്ഷ്യമാക്കി, നമ്മുടെ പരലോകത്തുള്ള വിജയം ലക്ഷ്യമാക്കി, അന്ത്യനാളിൽ ഒരു തണലുമില്ലാത്ത സമയത്ത് പടച്ച റബ്ബ് തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതിൽ സ്വതക്കയുടെ തണലിൽ നിൽക്കുന്ന ആളുകളുണ്ട്. സക്കാത്ത് കൊടുക്കുക വഴി ഒരാളുടെ സ്വഭാവം ശുദ്ധിയാകുമെന്നാണ്, അയാളുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ്, പിശുക്ക് അയാളിൽ നിന്ന് അകന്നു പോവുകയും കരുണയും ദയയും അയാളിലേക്ക് കടന്നു വരികയും ചെയ്യും എന്നതാണ്. അള്ളാഹുവിന്റെ കോപം ഇല്ലാതാകുമെന്നാണ്. സക്കാത്ത് കൊടുക്കാത്തയാളെ താരതമ്യം ചെയ്തിട്ടുള്ളത് കാഫിറുകളോടാണ്, സത്യനിഷേധികളോടാണ്. അവരുടെ കൂട്ടത്തിലല്ല നമ്മൾ പെടേണ്ടത്. അതുകൊണ്ട് ഇന്നു തന്നെയൊന്ന് നമ്മുടെ കണക്കുകളൊക്കെ എടുത്തു നോക്കും. വിശ്വാസിക്ക് ജീവിതത്തിൽ കണക്കുകൾ വേണം, നിർബന്ധമായിട്ടും വേണം. അതിപ്പോ ഇങ്ങനെ അക്കൗണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ അടുക്കലെത്തണം. എത്രയാണ് കണക്കുകൾ? അതിനൊരു കണക്കും വരവും നോക്കി സക്കാത്തിനെ കുറിച്ച് ആലോചിച്ച് അത് കൃത്യമായി കൊടുത്തുവീട്ടി, അതിനപ്പുറം സ്വതക്കകളും കൊടുത്തുവീട്ടി വിജയം കൈവരിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ചറപ്പ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയ വിഷയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാനും ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുമുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, നോമ്പുകാരായി ഞങ്ങൾ നിന്റെ ഭവനത്തിലിരിക്കുകയാണ്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ.